ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിച്ചുള്ള പാരഡി ഗാനത്തിൽ കേസെടുത്തതിൽ വിമർശനം ഉയരുമ്പോഴും നടപടി കടുപ്പിക്കുകയാണ് പോലീസ്. വിവരശേഖരണത്തിന്റെ ഭാഗമായി സൈബർ പോലീസ് മെറ്റയ്ക്ക് കത്തയച്ചു. പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ ചോദ്യം ചെയ്യും. സംഘപരിവാറിന്റെ അതേ കളിയാണ് കേരളത്തിൽ LDF കളിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. പാരഡി ഗാനത്തിൽ കേസെടുത്തതിന് പിന്നാലെ തുടർ നീക്കവുമായി പോലീസ്. ഗാനത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നതുൾപ്പെടെ അന്വേഷണ പരിധിയിലുണ്ട്. വിവരശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് ഫേസ്ബുക്ക് മാതൃകാ കമ്പനി മെറ്റയ്ക്ക് കത്ത് കൈമാറി. പരാതിക്കാരനായ തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രതികളുടെ മൊഴിയെടുക്കും. വിശ്വാസത്തെയോ ദൈവത്തെയോ കളിയാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് CPIM നിലപാട്. വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയോ വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പാട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഒരു മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഉതകുന്നത്. അതിന് ഘടകവിരുദ്ധമായി ഉണ്ടായാൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. പാരഡി ഗാനത്തിനെതിരായ നടപടിയെ വിമർശിച്ച് ഇന്നും UDF നേതാക്കൾ രംഗത്ത് വന്നു. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ്. അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിൽ വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ചു പോവുക. ഇത് BJP കളിക്കുന്ന, സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ CPM കളിക്കുന്നത്. കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ പാരഡി ഗാനത്തിന്റെ രചയിതാവ് GP കുഞ്ഞബ്ദുള്ളയെ ഫോണിൽ വിളിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പിന്തുണ ഉറപ്പു നൽകി. അത് കുഞ്ഞൻ നമ്പ്യാരുടെ കാലഘട്ടം മുതൽ തന്നെ ഭരിക്കുന്നവരായാലും തലപ്പത്തിരിക്കുന്നവരായാലും അവരുടെ ചെയ്തികൾക്കെതിരായിട്ട് ആക്ഷേപഹാസ്യമായിട്ട് പാട്ടുകൾ ഉണ്ടാവാറുണ്ട്, ഓട്ടംതുള്ളുകൾ ഉണ്ടാവാറുണ്ട്, സാഹിത്യരചനകൾ ഉണ്ടാകാറുണ്ട്, നാടകങ്ങൾ ഉണ്ടാകാറുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയും വരെ CPIMന് വിശ്വാസം പ്രശ്നമായിരുന്നില്ലെന്ന് BJP നേതാവ് V മുരളീധരൻ കുറ്റപ്പെടുത്തി. കേസിലെ പരാതിക്കാരൻ പ്രസാദ് കുഴിക്കാല സെക്രട്ടറിയായ തിരുവാഭരണപാത സംരക്ഷണ സമിതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മറ്റൊരു സംഘടന കൂടി ഇതേ പേരിൽ രംഗത്ത് വന്നതോടെയാണ് അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗിന്റെ പരാതി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.